നാളെ ഇവിടെ വരുന്ന UK മജീദ് മുസ്ലിയാർ പറഞ്ഞല്ലോ, മഹാനവറുകളെ മൂത്ത മകൻ എന്റെ കൂടെയായിരുന്നു, 9 കൊല്ലം പഠിച്ചിരുന്നു, നന്നായി പഠിച്ചു, ഹാഫിളായി ആലിമായി UAE ഉമ്മുൽ ഖൈനിൽ ഒരു പള്ളിയിൽ 4-5 വർഷം ഇമാമും ഖത്തീബുമായി സേവനം അനുഷ്ഠിക്കുന്നതിനിടയിൽ ചെറിയൊരു ഊരവേദന വന്നു, നാട്ടിൽ വന്നു, ചെക്കപ്പ് നടത്തി, നോക്കുമ്പോൾ ക്യാൻസറാണ്. അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്വൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന അഭിവന്യരായ സയ്യിദാണ് ബായാർ തങ്ങളുപ്പാപ്പ. ക്യാൻസർ രോഗം മാറിയവർ, അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് വലിയ ഔഷധമായി ശിഫയായി ലഭിച്ച 100 കണക്കിന് 1000 അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ തങ്ങൾ ഈ വേദിയിലെത്തി. 1.5 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്ന് പറഞ്ഞ് RCCയിൽ നിന്ന് പറഞ്ഞയച്ച് അവിടെ ഒരു കുപ്പി വെള്ളം ഇവിടെ കൊണ്ടുവന്ന് അത് മന്ത്രിച്ചത് കുടിച്ച് പിന്നെ ആ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ 1.5 മാസത്തിൽ കൂടുതൽ ജീവിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ ഇങ്ങനൊരു രോഗമില്ല എന്ന് പറഞ്ഞ് പിന്നെയും 3-4 കൊല്ലം ജീവിച്ച ആ സഹോദരന്റെ കറാമത്ത് കണ്ട ഭൂമിയാണിത്. ഈ മുണ്ടക്കുളത്ത് ഈ എന്താ പറയാ, മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട് ഇവിടെ. ആ കൊണ്ടോടി അങ്ങോട്ട് കയറിയാല് എടവണ്ണപ്പാറ എത്തുന്നതിന് മുമ്പ് മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട്. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ 11 ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അവര് അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സൂഫിയായിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ സമീപിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെ കൃത്യം നമ്മളെ അമേരിക്കയിൽ പോണ്ട, നമ്മളെ തൊട്ടടുത്തുള്ള നാടാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഇവിടെ ഈ കൊണ്ടോട്ടിന് അങ്ങോട്ട് കയറിയാൽ മുണ്ടക്കുളം എന്നൊരു നാടുണ്ട്. ആ നാട്ടിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 11 ആൾക്ക് ക്യാൻസറായി. നാട്ടുകാർ പേടിയായി, കാരണം ഉമറാക്കൾ പ്രധാനപ്പെട്ടവർക്കൊക്കെ ക്യാൻസർ. അപ്പോൾ ഇതൊരു ബല ആണെന്ന് അവർ മനസ്സിലാക്കി. അവർ നേരെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് പോയി. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ 10 കൊല്ലം മുമ്പാണ് ഈ സംഭവം. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് ചെന്നു. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് ഉടനെ അവരോട് മാസത്തിൽ ഒരിക്കല് ഒരു ജലാലിയ റാത്തീബും ഒരു മങ്കൂസും നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞു, അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. അവിടെ ചെന്ന് ഫാത്തിഹ ഓതി, അവിടുന്ന് ഖുർആൻ ഓതിയത് ഹദിയ ചെയ്ത് ദുആ ചെയ്ത് പിന്നെ നേരെ CM വലിയുള്ളാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് പരിഹാരം തരുന്നു. ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ്. ഷെയ്ഖുനയുടെ ഉപ്പ, ആ ഉപ്പാന്റെ ഉറൂസ് ഇവിടെ നടക്കാറുണ്ട്. ഷെയ്ഖുന അവിടുത്തെ ഹയാത്ത് കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പയുടെ പേരിൽ ആര് നേർച്ചയാക്കിയാലും ആ നേർച്ച ഫലിക്കൽ വുജൂബാണ്. അത്രയും വലിയ നേർച്ചക്ക് ഫലമുള്ള സ്ഥലമാണ് മടവൂർ ഷെയ്ഖുനയുടെയും ഷെയ്ഖുനാന്റെ വാപ്പയുടെയും മഖാമും അവിടുത്തെ വീടാകുന്ന ചിറ്റടി മീത്തയിൽ നടക്കുന്ന മജ്ലിസുകളും. ഒറ്റൊന്ന് ചോദിച്ചാൽ മതി, ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നിട്ട്, ഉപ്പാന്റെ അടുത്ത് ചെന്നിട്ട്, മമ്പർത്തി ചെന്നിട്ട്, അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത് ഒരു മഹാന്മാരാണ്. ഓർക്ക് പലതും തരാൻ കഴിയും. ഓലത്തെ ആത്മീയതാണ്. യൂസുഫ് അലി രത്ത് നിങ്ങൾ 10 ലക്ഷം ചോദിച്ചു, അല്ലെ 25 ചോദിച്ചു, 50 കോടി ചോദിച്ചോളൂ, അയാൾക്ക് തരാൻ കഴിയും. അയാൾക്ക് അന്നേക്ക് വളരാൻ പഠിച്ചോ കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ്. ഇവരങ്ങനല്ല. ഇവര് ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോമ്പ് വെച്ചിട്ടും നിസ്കരിച്ചിട്ടും ഉമ്മന്റെ എത്തുമ്പോഴില്ല, വാപ്പന്റെ എത്തുമ്പോഴില്ല, മക്കളെ പെങ്ങന്മാരെ എത്തുമ്പോഴില്ല, ഇബാദത്തെടുത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ ഓന്റെ അടിമയാണ് എന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് പവർ നേടിയ മഹാന്മാരെ ഇത്. ഇവര് വലിയ പണക്കാരാണ്.
ഇവര് വലിയ മുതലാളിമാരാണ്. ദുന്യാവും ആഖിറവും ആർക്കും എത്രമാണെങ്കിലും കൊടുക്കാൻ ലാ ഹദ്ദാനല്ലേ പറഞ്ഞു, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു, ലാ ഹദ്ദ. മഹാന്മാരുടെ അവരുടെ സഹായത്തിന്, അവരുടെ മദതിന് ലാ ഹദ്ദ, പരിധിയില്ല. ഒരു കുടുംബത്തിൽ നിന്ന്, ഒരൊറ്റ കുടുംബത്തിൽ നിന്ന്, കാളമ്പാറ ആലുമൂന്നിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, ഞാനിതൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും ജീവിത രഹസ്യമായതുകൊണ്ട് പരസ്യമാക്കി പറയാൻ പറ്റില്ലല്ലോ. 3 നേർച്ചകളാണ് ഈ മജ്ലിസിലേക്ക് വന്നത്. ഒന്ന്, കെട്ടിച്ച് കാര്യം തീർത്ത് രണ്ടാമത്തെ കല്യാണം ശരിയാവാതെ പ്രയാസപ്പെട്ടു. മാഷാ അല്ലാഹ്, ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കി കല്യാണം ശരിയായി. മറ്റൊരു മകൾക്ക് സീരിയസ് ആയി ഗുരുതരമായ അസുഖം ബാധിച്ചു. പലതും ഡോക്ടർമാർ അഭിപ്രായം പറഞ്ഞു. ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കി സുഖം പ്രാപിച്ചു. ആ കുടുംബം ഇനി മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ ശിഷ്യന്റെ കുടുംബമാണ് ആ കുടുംബം. ആ കുടുംബത്തിലെ വലിയ മകൻ വിദേശത്ത് മക്കത്ത് അൽബൈക്ക് ബ്രോസ്റ്റ് കടയിലാണ്. അദ്ദേഹത്തിന് ജോലിയിൽ ഉന്നതമായ കയറ്റം അദ്ദേഹം ആഗ്രഹിച്ചു. ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കി കിട്ടി. ഈ 3 നേർച്ചയും ഒരേ കുടുംബത്തിൽ നിന്ന് ഈ നേർച്ചയിലേക്ക് വന്നതാണ്. അതാണ് ഞാൻ ഈ മജ്ലിസിന്റെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്. ധാരാളം രോഗങ്ങൾ പിടിപെട്ട ആളുകൾ, ക്യാൻസർ അടക്കം മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ ഈ മജ്ലിസ് കാരണമായി അവർ രോഗശമനം പ്രാപിച്ചിട്ടുണ്ട്. ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്. പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ബായാനത്തങ്ങൾ ഉസ്താദ് അവരുടെ ഒരു ഊതിയ വെള്ളം, ആ വെള്ളം കുടിച്ചുകൊണ്ട് അവർക്ക് വലിയ ഫലങ്ങൾ അതിൽ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു വാക്ക്, ആ വാക്കുകൊണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്.